അജുന് തീരെ ഈഗോ ഇല്ല. അപ്പോൾ ഞാൻ അജു അത് വേണ്ട കുറച്ച് കുറയ്ക്കൂ, അതിൻ്റെ പകുതി എന്നൊക്കെ പറഞ്ഞാൽ അജു അത് പകുതിയാക്കും. ഓക്കെ. അതിനൊരു ഈഗോ ഇല്ലാതെ സറണ്ടർ ചെയ്യുന്നൊരു ആക്ടറാണ് അജു. അത് ഞാൻ ഫാനായി പോയി അജുവിൻ്റെ സിനിമ. നിവിനാണ് അജുവിനെ ആദ്യം വേറെ ആക്ടറായിരുന്നു കാസ്റ്റ് ആണോ? ചെയ്തത്. ആദ്യം ഒരു ഓക്കെ. വേറൊരു ആക്ടറായിരുന്നു. അപ്പോൾ ഓ, നിവിനാണ് പറഞ്ഞത് അജു മതി. ഓക്കെ. കുറേ അപ്പം നിവിനും അജുവായിട്ട് അജുവിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കാത്തിരിക്കുകയാണ് കൂടെ ചെയ്യാൻ. അപ്പോൾ നിവിനാണ് അജുവിനെ കൊണ്ടുവരുന്നത്. അങ്ങനെ അജു ഞാനായിട്ട് കൂട്ടായി സംസാരിച്ചിട്ട്. പക്ഷേ അജു വന്ന പിന്നെ കാണുന്നത് നമ്മൾ അതുവരെ അപ്പോൾ എൻ്റെ മനസ്സിനകത്തുള്ളത് നമ്മൾ സ്ഥിരം കണ്ടുള്ള ഫോമാറ്റ് റിപ്പീറ്റ് ആവുന്നുള്ളൂ. പക്ഷേ അത് ഒരു ബ്രേക്ക് ചെയ്തു. അതെ. അത് അജു നമ്പൂതിരി വേഷമായിട്ട് വന്നപ്പോൾ തന്നെ അത് ബ്രേക്കായി. അതെ. പിന്നെ ആസ് എൻ ആക്ടർ അജു നമ്മളെ അമ്പരിപ്പിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ഞാൻ ആക്ച്വലി ഞെട്ടിപ്പോയി. കാരണം അജു ഈ ഇത്രയും വർഷങ്ങൾ 15 വർഷം അഭിനയിച്ചതിൻ്റെ ക്രാഫ്റ്റ് കാണാണ് അജുവിൽ. അത് എനിക്ക് തോന്നുന്നു ഒരു പുതിയ അജുവാണ് ശരിക്കും അതിലുള്ളത്. നിവിനാണെങ്കിൽ പോലും ഒരു പുതിയ നിവിനാണ്. ഞാൻ പഴയ നിവിൻ പോളി കമ്പാക്ട് പോലും എനിക്ക് ഇഷ്ടമല്ല. കാരണം പുതിയ നിവിനാണ് നമ്മൾ നിവിനായിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള സാധനമാണത്. അപ്പോൾ അത് ഈ രണ്ടുപേരും പുതിയ കോമ്പിനേഷൻ കിട്ടിയപ്പോൾ നമുക്ക് അതായി. ഇടയ്ക്ക് അജു ചെയ്യുമ്പോൾ അജു ഒരു സിനിമാറ്റിക് ലിബർട്ടി എടുക്കും അതിൻ്റെ കുറച്ചുകൂടി. അപ്പോൾ നമുക്ക് അജുന് തീരെ ഈഗോ ഇല്ല. അത് ഭയങ്കര അപ്രീഷിയേറ്റ് കാര്യമാണ്. ഒരു എന്ത് പറഞ്ഞാലും നമുക്ക് ഞാൻ അജു അത് വേണ്ട കുറച്ച് കുറയ്ക്കൂ, അതിൻ്റെ പകുതി എന്നൊക്കെ പറഞ്ഞാൽ അജു അത് പകുതിയാക്കും. അതിനൊരു ഈഗോ ഇല്ലാതെ സറണ്ടർ ചെയ്യുന്നൊരു ആക്ടറാണ് അജു. അത് ഞാൻ ഫാനായി പോയി അജുവിൻ്റെ സിനിമ. ഒരു ഭാഗ്യമാണ് അജുനെ പോലത്തെ ഒരു ആക്ടർ കിട്ടാന്നുള്ളത്. നമുക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഒരാൾ സ്ക്രീനിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള സാധനം. അത് ഇതിൽ ഒരു കുളത്തിലൊക്കെ ഉള്ള അജു ഒരു ഫുൾ നൈറ്റ് കുളത്തിൽ മുൻകെടുക്കുകയാണ്. അപ്പോൾ മഞ്ഞുണ്ട്, അടുത്ത ദിവസം അജുന് പനിയാണ്. പക്ഷെ എന്നിട്ട് അജു വരുന്നു. അപ്പോൾ അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്.